ഇന്ത്യൻ ടീം ഒരേ സീസണിൽ രണ്ട് ടീമുകളെ വ്യത്യസ്ത ഫോർമാറ്റിൽ പരീക്ഷിക്കാൻ തുടങ്ങിയ 2024 മുതലാണ് സഞ്ജുവിന് സ്ഥിരമായി മത്സരങ്ങൾ ലഭിക്കാൻ തുടങ്ങിയത്. അത് അയാൾ നന്നായി ഉപയോഗിക്കുകയും ചെയ്തു. 3 സെഞ്ചുറികളാണ് T20 ഇന്റർനാഷണലിൽ അയാൾ അടിച്ചെടുത്തത്. 66 ഇന്നിങ്സ് കളിച്ചിട്ടും പന്തിന് സാധിക്കാതെ പോയതും അതാണ്. ഈ സീസൺ IPL-ൽ അയാൾ താരപരിവേഷത്തോടെയാണ് LSG-യിലെത്തിയത്. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ലേലത്തുക, LSG-യുടെ ക്യാപ്റ്റൻസി, ഭാവി സൂപ്പർ താരത്തിൽ നിന്ന് ടീം മാനേജ്മെന്റ് ഏറെ പ്രതീക്ഷിച്ചു. എന്നാൽ പന്ത് മറക്കാൻ ആഗ്രഹിക്കുന്ന സീസൺ ആയിരിക്കും ഇത്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അയാൾ സമ്പൂർണ്ണ പരാജയമായിരുന്നു. 12 കളികളിൽ 135 റൺസാണ് ആകെ സമ്പാദ്യം. ശരാശരി വെറും 12 റൺസ്. 12 കളികളിൽ ആകെ നേടിയത് 12 ബൗണ്ടറികൾ മാത്രം. പൊരുതി നേടിയ ജീവിതവും കഠിനാധ്വാനവും കൊണ്ടുള്ള തിരിച്ചുവരവും എല്ലാം കണ്ട ആരാധകർ പന്തിന്റെ തിരിച്ചുവരവും ആഗ്രഹിക്കുന്നുണ്ട്. സഞ്ജുവും പന്തും രാഹുലും വിക്കറ്റ് കീപ്പർ ബാറ്റേഴ്സ് ആണെങ്കിലും വ്യത്യസ്ത പൊസിഷനുകളിൽ കളിപ്പിക്കാൻ കഴിയുന്ന കീ പ്ലെയേഴ്സാണ്. രോഹിത്തും കോഹ്ലിയും വിരമിച്ച ലിമിറ്റഡ് ഓവർ ഫോർമാറ്റിൽ ശക്തമായ സാന്നിധ്യമായി മാറാനുള്ള ഇവരുടെ പോരാട്ടത്തിനാകും ക്രിക്കറ്റ് ലോകം ഇനി സാക്ഷ്യം വഹിക്കുക.